ചികിത്സാ പിഴവിനെ തുടർന്ന് പാലക്കാട്ട് 9 വയസ്സുകാരിയുടെ വലത്തു കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി വിദഗ്ധ സംഘം. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പോരാട്ടമെന്നും അന്വേഷണം അട്ടിമറിക്കുമോ എന്ന് ഭയമുണ്ടെന്നും വിനോദിനിയുടെ അമ്മ പ്രസീത പ്രതികരിച്ചു. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഹാജരാകാൻ കുടുംബത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. നീതി കിട്ടണമെന്നും തങ്ങൾക്ക് ഭയമുണ്ടെന്നും കുട്ടിയുടെ അമ്മ പ്രസീത പറഞ്ഞു. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടണമെന്നാണ് ഞങ്ങൾ കൊടുത്തത്. എനിക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ കിട്ടുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സാറ്. ഞങ്ങളുടെ കൂടെ ആരുമില്ല. നല്ല നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സത്യമായിട്ട് എനിക്ക് വളരെ പേടിയുണ്ട്. സംഭവത്തിൽ ജില്ലാ ആശുപത്രിയിലെ 2 ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നതോടെ കുടുംബം ആരോപണം ശക്തമാക്കി. പിന്നാലെയാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നിയോഗിച്ച വിദഗ്ധ സംഘം അന്വേഷണം നടത്തുന്നത്. സെപ്റ്റംബർ 24-ന് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെയാണ് 9 വയസ്സുകാരി വിനോദിനിക്ക് വീണ് കൈക്ക് പരിക്കേൽക്കുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് കുട്ടിയുടെ വലതു കൈ മുറിച്ചു മാറ്റുകയായിരുന്നു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.